വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എഡ്യൂടെയിൻമെൻറ്റ്. എല്ലാവർക്കും ഓണം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിൻ്റെ ടോട്ടൽ സ്കോർ വരുന്നത് 40 മാർക്കിനാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ പാർട്ട് വരുന്നത് 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ്. 2 മാർക്ക് വീതമാണ് അതിന് വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ 7 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക, അതിൽ 3 മാർക്ക് വീതമാണ്. മൂന്നാമത്തെ സെക്ഷൻ 12 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക, 4 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. 15 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യന് ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക, 5 മാർക്ക് വീതമുള്ള ചോദ്യം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. പോയിൻ്റ് ഔട്ട് എനി 2 റീസൺസ് ഫോർ ദി ചേഞ്ച് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് കാലഘട്ടത്തിൽ ഫുഡ് ഗാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഹ്യൂമൻസ് ചേഞ്ച് ചെയ്തു അല്ലേ? അതിനുള്ള 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? ദ റീസൺസ് ഫോർ ദി ചേഞ്ച് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദി നിയോലിത്തിക് ഏജ് ആർ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലേ? ഫുഡ് ഗാദറിംഗ് അതായത് ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് ഹ്യൂമൻസ് വഴിമാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് പാരിസ്ഥിതിക മാറ്റങ്ങൾ, പിന്നെ സ്കേർസിറ്റി ഓഫ് ഫുഡ് ഭക്ഷ്യലഭ്യത കുറവ്, പോപ്പുലേഷൻ ഗ്രോത്ത് ജനസംഖ്യ വർധനവ്. അപ്പോൾ ഇത് 3 ഫുഡ് ഗാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വഴിമാറാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ് ആർ ദ കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഔട്ടർ ഷെല്ലാണ് അല്ലേ? എർത്തിൻ്റെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു പാളിയാണ്, ഔട്ടർ ഷെല്ലാണ് ഏതെന്ന് പറയുന്നത്? എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം തിക്കുണ്ട്? 40 കിലോമീറ്റർ തിക്ക്, അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്. 2 പാർട്സ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്. ക്രസ്റ്റ് 2ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റുമുണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗങ്ങളൊക്കെ പ്രത്യേകം കേന്ദ്രീകരിച്ച് പഠിക്കുക. ക്രസ്റ്റ്, കോർ, മാൻഡിൽ ഇതിനെയൊക്കെ പറ്റിയിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് സിഗുറത്ത്? റൈറ്റ് എനി 1 ഫീച്ചർ ഓഫ് സിഗുറത്ത്. എന്താണ് സിഗുറത്ത്? സിഗുറത്തിൻ്റെ ഒരു ഫീച്ചർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamians. They were constructed in cities. They were built on artificial hillocks using bricks. അപ്പോൾ ടെമ്പിൾസിൻ്റെ കൺസ്ട്രക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? സിഗുറാത്ത് എന്ന് പറയുന്നത്. ഏൻഷ്യൻ മെസൊപ്പൊട്ടാമിയൻ്റെ ആർക്കിടെക്ചറൽ സ്കില്ല് കാണിക്കുന്ന ഒരു തെളിവാണ് എന്തെന്ന് പറയുന്നത്? ഈ സിഗുറാത്ത് എന്ന് പറയുന്നത്. സിഗുറാത്ത് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പിൾസ് ആണ്. ദേ വേ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. അത് നഗരങ്ങളിലാണത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ദേ വേ ബിൽറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് യൂസിങ് ബ്രിക്സ്. ചുടുകട്ടകൾ ഉപയോഗിച്ചാണ് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ചാർട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്കവേഷൻസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ചാർട്ടാണിത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. മൊഹൻജദാരോയിൽ എക്സ്കവേഷൻ നടത്തിയത് ആരാണ്? R.D. ബാനർജിയാണ്. അതേപോലെ ദയാറാം സഹനി എവിടെയാണ് എക്സ്കവേഷൻ നടത്തിയത്? ഹാരപ്പയിലാണ്. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ പാലിയോലിത്തിക് സൈറ്റ് ഇൻ മധ്യപ്രദേശ്. മെൻഷൻ ദി സാലിയൻ ഫീച്ചർ ഓഫ് ദി സൈറ്റ്. മധ്യപ്രദേശിലെ പാലിയോലിത്തിക് സൈറ്റ് ഏതാണെന്ന് എഴുതുക, അതിൻ്റെ സാലിയൻ ഫീച്ചറും എഴുതുക. മധ്യപ്രദേശിലെ പാലിയോലിത്തിക് സൈറ്റ് ഏതാണ്? ഭിംബേത്കയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? റോക്ക് ഷെൽറ്റർ. ഹൗ ആർ ഇഗ്നിയസ് റോക്സ് ഫോംഡ്? ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഇഗ്നിയസ് റോക്ക്.
എങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്തത്? അതിനൊരു എക്സാമ്പിൾ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. Igneous rocks എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ക്രസ്റ്റിൻ്റെ വിടവുകളിലൂടെ ഉയർന്നു വരുന്ന മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ, ഉരുകിയ ശിലാദ്രവം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു? ഈ മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ എർത്തിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ ക്രസ്റ്റിനുള്ളിലോ വെച്ച് തന്നെ അതെന്ത് ചെയ്യുന്നു? സോൾഡിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ നൽകാം? ഗ്രാനൈറ്റും ബസാൾട്ടും ആണ്. അപ്പോൾ ഈ റോക്സിൻ്റെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് തന്നെ അത് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വെതറിങ്? നെയിം എനി 2 ടൈപ്സ് ഓഫ് വെതറിങ്. എന്താണ് വെതറിങ്? ഏതെങ്കിലും 2 ടൈപ്പ് വെതറിങ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. ശിലകൾ പൊടിയുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെതറിങ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് വെതറിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വെതറിങ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ വെതറിങ്ങിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ എല്ലാം ആ ഒരു മെക്കാനിക്കൽ വെതറിങ് എന്താണ്, കെമിക്കൽ വെതറിങ് എന്താണ്, ബയോളജിക്കൽ വെതറിങ് എന്താണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ദി രാജ്യസഭ. രാജ്യസഭയുടെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 238 എലക്റ്റഡ് മെമ്പേഴ്സ്. എത്ര എലക്റ്റഡ് മെമ്പേഴ്സാണ് ഉള്ളത്? 238 എലക്റ്റഡ് മെമ്പേഴ്സ്. പിന്നെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്. രാജ്യസഭ എന്തെന്നറിയപ്പെടുന്നു? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഹൗസാണ്. വൈസ് പ്രസിഡൻറ്റ് പ്രിസൈഡ്സ് ഓവർ ദി സെഷൻസ് എല്ലാം പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭയുടെ ഫീച്ചറും പഠിച്ചു വെച്ചേക്കുക, ലോക്സഭയുടെ ഫീച്ചേഴ്സും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റീസിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് എ പെക്യുലിയർ ഫീച്ചർ ഓഫ് ദി സിറ്റീസ്. സിറ്റീസിൻ്റെ ഒരു പെക്യുലിയർ ഫീച്ചറാണ് ഏതെന്ന് പറയുന്നത്? ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രെയിൻസ്. ഹൗസസിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? ഡ്രെയിൻസിലേക്ക് ഒഴുക്കിവിടുന്നു. ദീസ് ഡ്രെയിൻസ് വേ കണക്റ്റഡ് ടു ദി മെയിൻ ഡ്രെയിൻ ഓഫ് ദി സ്ട്രീറ്റ്. ഈ ഡ്രെയിൻസിനെ സ്ട്രീറ്റിലെ ഒരു മെയിൻ ഡ്രെയിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ഡ്രെയിൻസ് വേ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ് ആൻഡ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. ഡ്രെയിൻസ് എന്തുകൊണ്ടാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? ബേൺഡ് ബ്രിക്സ്, ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡ്രെയിൻസിനെ എന്തുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്? സ്റ്റോൺ സ്ലാബ്സ് കൊണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പാരന്റ് റോക്ക്, ടൈം. ഇതെല്ലാമാണ് സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്ത ചോദ്യം. വാട്ട് ഇൻഫോർമേഷൻ ഡു വി ഗെറ്റ് അബൌട്ട് ദി ചാൽക്കോലിത്തിക് ഏജ് ഫ്രം ദി എവിഡൻസസ് ഡിസ്കവേർഡ് ഫ്രം ചാദൽഹൊയുക്. ചാദൽഹൊയുക്കിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളിൽ നിന്നും ചാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ചാദൽഹൊയുക്കിൽ നിന്നും നമുക്ക് എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചത് എന്നുള്ളതിൻ്റെ ആൻസറാണ് നമ്മളവിടെ എഴുതേണ്ടത്. ആൻസർ നോക്കിക്കോളൂ. ഏൻഷ്യൻറ്റ് ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെൻറ്റ് എക്സിസ്റ്റഡ് ഇൻ ദിസ് സൈറ്റ്. ഈ സൈറ്റിൽ അർബൻ സെറ്റിൽമെൻറ്റിൻ്റെ ആദിമ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ മേജർ റെമനൻസ് ഡിസ്കവേർഡ് ഹിയർ ആർ ദി റൂയിൻസ് ഓഫ് ഡ്വെല്ലിങ്സ്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത്. ദ ഹട്ട്സ് വേ ബിൽറ്റ് യൂസിങ് മഡ് ബ്രിക്സ്. കുടിലുകളൊക്കെ എന്തുകൊണ്ടാണ് ബിൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മഡ് ബ്രിക്സ്, ചെളിക്കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ദ റെസിഡ്യൂസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി ഹാവ് ബീൻ ഡിസ്കവേർഡ് ഹിയർ. ഇവിടെ നിന്നും വീറ്റിൻ്റെയും ബാർലിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദി വാൾസ് ഓഫ് ഹട്ട്സ്. കുടിലുകളുടെ ചുമരുകളിലെല്ലാം അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഫറോവ
ഫറോവ എന്ന് പറയുന്നത് എന്താണ്? ഒരു കിങ് ആണ് അല്ലേ? ഫറോവ ഈസ് ദ കിങ്. പിരമിഡ് എന്താണ്? ഒരു ടോംബാണ്, ശവകുടീരമാണ് എന്തെന്ന് പറയുന്നത്? പിരമിഡ് എന്ന് പറയുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് സീക്രഡ് റൈറ്റിംഗ് ആണ്, അതായത് ഒരു എഴുത്തുവിദ്യയാണ് എന്തെന്ന് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ്. എവിടുത്തെ എഴുത്തുവിദ്യയാണ്? ഈജിപ്തിൻ്റെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. പിന്നെന്താണ്? സ്വിങ്സ് എന്താണ്? ഒരു സ്കൾപ്ചറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ കോസസ് ഫോർ ദി ഫോൾ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ളത്? ഫ്ലഡ്, വെള്ളപ്പൊക്കം, പിന്നെ എക്സ്റ്റേണൽ ഇൻവേഷൻസ്, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ തകർച്ച, പിന്നെ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. ഇതൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള കാരണങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും തമ്മിലുള്ള ഡിഫറൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എഴുതുക. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് പോട്രിയാണ്. പോട്രി എന്ന് പറയുമ്പോഴത്തേക്കും പാലിയോലിത്തിക് ഏജിൽ വെസൽസ് വേ വൂവൺ ഔട്ട് ഓഫ് ബാഗ് ഫൈബർ, മരനാര് കൊണ്ട് നെയ്തെടുത്തതാണ് എന്തെന്ന് പറയുന്നത്? വെസൽസ് എന്ന് പറയുന്നത്. നിയോലിത്തിക് ഏജിലാണെങ്കിലോ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, കളിമണ്ണ് കൊണ്ട് അവർ പോട്ട്സുകൾ ഉണ്ടാക്കി. ഇനി അടുത്തത് ടൂൾസും ഒക്കുപ്പേഷനും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാലിയോലിത്തിക് ഏജിലെ ടൂൾസ് എങ്ങനെയുള്ളവയായിരുന്നു? റഫ് സ്റ്റോൺസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അല്ലേ? പരുക്കൻ ശിലായുധങ്ങളായിരുന്നു പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജിലാണെങ്കിലോ പോളിഷ്ഡ് സ്റ്റോൺസ്, നല്ല മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു നിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒക്കുപ്പേഷൻ എങ്ങനെയായിരുന്നു? പാലിയോലിത്തിക് ഏജിൽ അവർ വേട്ടയാടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഹണ്ടിങ്ങിലൂടെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജിൽ കൾട്ടിവേഷൻ, ആനിമൽ റിയറിങ് അല്ലേ? അവർ കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിയും അതേപോലെ തന്നെ മൃഗപരിപാലനവുമാണ് അവരുടെ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. കൾട്ടിവേഷൻ, ആനിമൽ റിയറിങ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലെ ഗ്രാനറിയുടെയും അഗ്രികൾച്ചറിൻ്റെയും ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഗ്രാനറിയുടെ ഫീച്ചേഴ്സ്? ഗ്രാനറീസ് ആർ സിഗ്നിഫിക്കൻ്റ് എമോങ് ദി റൂയിൻസ് ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പ. ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഏത്? ഗ്രാനറീസ് എന്ന് പറയുന്നത്. ധാന്യപുര. ദേ വെയർ ബിഗ് ബിൽഡിങ്സ് വിത്ത് ദ ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ്. അപ്പോൾ ഗ്രാനറീസ് എന്ന് പറയുന്നത് ബിഗ് ബിൽഡിങ്സ് ആണ്, വലിയ കെട്ടിടങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യാനും ഡ്രൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രാനറീസ് എന്ന് പറയുന്നത്. ദ റിമെയിൻസ് ഓഫ് വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസെയിം, പൾസസ് എക്സെട്ര ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. ഇവിടെ നിന്നും ഏതൊക്കെ ക്രോപ്സാണ് കണ്ടെത്തിയിട്ടുള്ളത്? വീറ്റ്സ്, ബാർലി, മില്ലറ്റ്, സീസെയിം, പൾസസ്, ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ റൈസ് കൾട്ടിവേഷൻ ഫ്രം റാങ്പൂർ ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഇവിടെ ഹരപ്പയിൽ റൈസ് കൾട്ടിവേഷൻ നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഗുജറാത്തിലെ റാങ്പൂർ, ലോത്താൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയത്. പിന്നെ കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ്, കോട്ടനും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഇൻ ദ വില്ലേജസ് വെയർ ഫെർട്ടൈൽ. അവിടുത്തെ വില്ലേജസിലെ അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫെർട്ടൈലായിരുന്നു, നല്ല ഫലഭൂയിഷ്ടമുള്ളവയായിരുന്നു. ഇറ്റ് ഈസ് ദ അല്ലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ ദി റിവർ ഇൻഡസ് ദാറ്റ് മേഡ് ദം ഫെർട്ടൈൽ. റിവർ ഇൻഡസ് ഡെപ്പോസിറ്റ് ചെയ്ത അല്ലൂവിയൽ സോയിലാണ് ഈ ഒരു പ്രദേശത്തെ എന്താക്കിയത്? ഫെർട്ടൈലാക്കിയത്. ഇൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോഗിങ് ദി ലാൻഡ്. അപ്പോൾ രാജസ്ഥാനിലെ കാലിബംഗാനിൽ ഫാമിംഗ് അവരെങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്? ലാൻഡിനെ ഉഴുതിമറിച്ചാണ്. കനാൽസ് വേ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷന് വേണ്ടിയിട്ട് അവർ കനാൽസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാനറീസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് കാലഘട്ടത്തിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആൻസർ നോക്കാം. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. നല്ല ഷാർപ്പ്, നല്ല മൂർച്ചയേറിയതും
പോളിഷ്ഡുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്. അപ്പോൾ വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള കോടാലിയും അതേപോലെ തന്നെ അരിവാളുമാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. കളിമണ്ണ് കൊണ്ട് അവർ പോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വുഡൻ വീൽസ് വേ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ട്രി. പോട്ട്രി ഉണ്ടാക്കാനായിട്ട് അവർ വുഡൻ വീൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. റാഫ്റ്റ് വേ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ജലഗതാഗതത്തിന് വേണ്ടിയിട്ട് അവർ റാഫ്റ്റ് ചങ്ങാടങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് വേ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. സ്റ്റോൺ കൊണ്ടും വുഡ് കൊണ്ടും ബോൺ കൊണ്ടും അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി. പ്ലോഗ്ഷെയർ ആൻഡ് സ്പെയ്ഡ് വേ മെയ്ഡ് ഓഫ് വുഡ്. കലപ്പ, തൂമ്പ ഇതെല്ലാം അവർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹാർപ്പൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വേ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അപ്പോൾ ചാട്ടുളിയും അതേപോലെ തന്നെ ഫിഷിംഗ് ഹൂക്സ് എല്ലാം അവർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വേ സ്യൂൺ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്. ജൂട്ട് ഫൈബേഴ്സ് കൊണ്ട് നെയ്തെടുത്തിരുന്ന ക്ലോത്ത്സിനെ അവർ ബോൺസ് കൊണ്ട് ഫാഷൻ ചെയ്ത നീഡിൽസ് ഉപയോഗിച്ചാണ് തുന്നിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിയോളിത്തിക് ഏജിലെ മാത്രമല്ല, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് ഈ 3 ഏജസിലെയും ടെക്നോളജിക്കൽ പ്രോഗ്രസ് നന്നായിട്ട് പഠിച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺസർവേഷൻ ഓഫ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദി സസ്റ്റനൻസ് ഓഫ് ലൈഫ്. എലുസിഡേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സോയിലിനെ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എസെൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എലുസിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോയിലിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളവിടെ എഴുതേണ്ടത്. എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം? ചെക്ക് ഡീഫോറസ്റ്റേഷൻ അല്ലേ, വനനശീകരണത്തിനെ തടയുക. ക്രോപ്പ് റൊട്ടേഷൻ നടത്തുക, അതായത് ഒരു ഫീൽഡിൽ തന്നെ പല ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുക. ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്, അതായത് കുന്നിൻ ചെരുവിലെല്ലാം തട്ട് കൃഷി നടത്തുക. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണ നിർമ്മാണം തടയുക. സയൻറ്റിഫിക് ലാൻഡ് യൂസ്, ശാസ്ത്രീയപരമായിട്ടുള്ള ഭൂവിനിയോഗം. പിന്നെ അഫോറസ്റ്റേഷൻ, അതായത് ധാരാളം ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ സോയിലിനെ കൺസേർവ് ചെയ്യാം എന്നും പഠിക്കുക. അതേപോലെ തന്നെ സോയിൽ ഏതെല്ലാം വിധത്തിൽ പെരിശാവുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഡിപ്ലീറ്റ് ആവുന്നത്, അതും പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് 2023-24 ആ ഒരു ചോദ്യപേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ്. അതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചോദ്യപേപ്പർ ഡിസ്കഷനുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും എഡ്യൂടെയിൻമെൻറ്റ് എന്ന ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.